കുതൂഹലം കൊണ്ടാട്ടമേ യേശുവിൻ സന്നിധാനത്തിൽ. കുതൂഹലം കൊണ്ടാട്ടമേ യേശുവിൻ സന്നിധാനമേ. ആനന്ദമാനന്ദമേ അൻപരിൻ തിരുപാദത്തിൽ. ആനന്ദമാനന്ദമേ തുള്ളി ചാടിക്കൊണ്ട് കുതൂഹലം കൊണ്ടാട്ടമേ യേശുവിൻ സന്നിധാനത്തിൽ. കുതൂഹലം കൊണ്ടാട്ടമേ. ആമേൻ. കരമുയർത്തി ആനന്ദമാനന്ദമേ അൻപരിൻ. യെസ് യെസ് ലോ. ആനന്ദമാനന്ദമേ. ഒന്ന് തുള്ളിച്ചാടി കൈകൾ അടിച്ച്. ദേവാതി ദേവൻ ദിനം തോറും തങ്ങും ദേവാലയം ഞാനേ. ദേവാതി ദേവൻ ദേവാലയം ഞാനേ. ആവിയാണ് ദേവൻ അക്ഷരമാണ് അതിശയം. ആവിയാണ് ദേവൻ അതിശയം അതിശയമേ. കുതൂഹലം കൊണ്ടാട്ടമേ യേശുവിൻ സന്നിധാനത്തിൽ. കുതൂഹലം ഓ യേശുവേ. ആനന്ദം ആനന്ദമാനന്ദമേ അൻപരിൻ തിരുപാദത്തിൽ. ആനന്ദമാനന്ദമേ അൻപരിൻ തിരുപാദത്തിൽ. കുതൂഹലം കൊണ്ടാട്ടമേ യേശുവിൻ സന്നിധാനത്തിൽ. കുതൂഹലം. കരമുയർത്തിയടിച്ച് കർത്താവിനെ സ്തുതിച്ചേ. ഉയർത്തിയടിച്ച് 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 പരിശുദ്ധാത്മാവിനെ നിറവ്. ആമേൻ. യേശു ജീവിക്കുന്നതിനാൽ ഞാനും എന്നേക്കും ജീവിക്കയാ. യേശു ജീവിക്കുന്നതിനാൽ എന്നേക്കും ജീവിക്കയാ. ഇനി തന്നെ പിരിഞ്ഞൊരു ജീവിതം എനിക്കെല്ലാം യേശുവത്രേ. ഹല്ലേലൂയ ജയം ഹല്ലേലൂയ കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ ജയം ഹല്ലേലൂയ യേശു കർത്താവ് തുള്ളിച്ചാടിക്കൊണ്ട്. ഹല്ലേലൂയ ജയം യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ ജയം ഹല്ലേലൂയ യേശു കർത്താവ് ജീവിക്കുന്നു. കൊല്ലുന്ന മരണത്തിൽ ഓരതര വിഷപ്പല്ലു തകർന്നതിനാൽ. കൊല്ലുന്ന വിഷപ്പല്ല് ഇനി തെല്ലും ഭയമില്ല. മൃത്യുവിൽ ഒക്കെ വെല്ലു വിളിക്കുകയാക്കമണർമണി. ഹല്ലേലൂയ ജയം യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ ജയം യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ ജയം ഹല്ലേലൂയ യേശു കർത്താവ് യേശുവേ. ജീവിക്കുന്നു. ഹല്ലേലൂയ ജയം പുരമനബോസേ. ഹല്ലേലൂയ ഹല്ലേലൂയ ജയം യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ ജയം ഹല്ലേലൂയ യേശു കർത്താവ് ജീവിക്കുന്നു. ആ വലിയ ദൈവ സാന്നിധ്യം നീ വരുന്ന നിമിഷങ്ങളെല്ലാം ഘനമേറിയ താങ്ങാൻ കഴിയാത്ത മഹത്വത്തിന്റെ നിമിഷങ്ങളായി മാറുകയാണ്. ആ ഹൃദയം കൊണ്ട് അതിനെ സ്വീകരിക്കാൻ റെഡിയായിക്കോ.
Ora karantara 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 karantaro libarantara parantaro ole para bara bara bari bene ko shakalato കൃപയേ കൃപയേ എന്നിൽ പകർന്ന കൃപയേ കൃപയേ കരങ്ങൾ ഉയർത്തി കൃപയേ എന്നിൽ പകർന്ന കൃപയേ ഞാനായതും നിൻ കൃപയാ ഞാൻ നിന്നതും നിൻ കൃപയാ ഞാനായതും നിൻ കൃപയാ ഞാൻ നിന്നതും നിൻ കൃപയാ യേശുവേ യേശുവേ മഹത്വത്തിന്റെ നിമിഷങ്ങളാണ്. ഘനമേറിയ താങ്ങാനാകാത്ത ഭാരത്തിന്റെ സമയം. യേശുവേ യേശുവേ നിന്നെ കവിഞ്ഞിനിയൊന്നും വേണ്ട നിന്നോളമേ ഒന്നും ഇല്ല നിന്നെ കവിഞ്ഞിനിയൊന്നും എല്ലാ കണ്ണുകളും അടച്ച് ഓഹോ നിന്നോളമേ ഒന്നും ഒരിക്കൽ കൂടെ പറയേ നിന്നെ കവിഞ്ഞിനിയൊന്നും വേണ്ട നിന്നോളമെനിക്ക് ഒന്നും സ്നേഹിക്കുന്നേ ഓ സ്നേഹിക്കുന്നേ ഞാനങ്ങേ മറ്റെന്തിനേക്കാൾ ആരാധിക്കും ഞാനങ്ങേ പൂർണ്ണമായി സ്നേഹിക്കുന്നേ ഞാൻ ആ കരങ്ങളൊന്ന് ഉയർത്തിക്കേ ഓ ജീസസ് ആരാധിക്കും ഞാനങ്ങേ പൂർണ്ണമായി യേശുവേ അടുത്തിരിക്കുന്ന ആളെ കൈ കൊടുത്തിട്ട് പറഞ്ഞേ, നീ ഒരു പരാജയമല്ല, നീ ഒരു പരാജയമല്ല, നീ ഒരു ജയമാണ്, നീ ഒരു ജയമാണ്. നിന്റെ സാഹചര്യം വേറൊരാളോട് പറഞ്ഞു, നിന്റെ സാഹചര്യം പറയാം, നീ തോറ്റുപോകാം, പക്ഷെ ഒരു നാൾ നീ തോക്കത്തില്ല, നീ ഒരു നാൾ തോക്കത്തില്ല. പറ, ഒന്ന് കൈയടിച്ചോണ്ട് പറ, ആമേൻ. ഒന്ന് കരമുയർത്തി പറ, ഞാൻ ജനിച്ചതേ ജയിക്കാൻ വേണ്ടിയാണ്, ഞാൻ ജനിച്ചതേ ജയിക്കാൻ വേണ്ടി. ദൈവത്തിൽ നിന്ന് ജനിച്ചതൊക്കെയും ലോകത്തെ ജയിക്കുകയാണ്. നിങ്ങൾ ദൈവത്തിൽ നിന്നുള്ളതാണ് എങ്കിൽ ഒരിടത്തും പരാജയപ്പെടത്തില്ല. പരാജയം നിങ്ങൾക്കുള്ളതല്ല. അമ്മോടാ കൈ അടിച്ചോണ്ട് പറ. ഇന്ന് നമ്മുടെ മനസ്സിലും നമ്മുടെ ശരീരത്തിലും ഉണ്ടായിട്ടുള്ള സാഹചര്യങ്ങളെല്ലാം നമുക്ക് ഒരു തെറ്റായ ചിത്രം നമ്മുടെ അകത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ചിലതൊക്കെ ജയിക്കാം, ചിലതിലൊക്കെ വിജയം ദൈവം തരും, അതിനും വേണം ഒരു തലവിധി. അങ്ങനെ അതിനും വേണം തലവിധി എന്ന് വിചാരിച്ചിരിക്കുന്നവരാണ് ഇവിടെ ഇരിക്കുന്നതിൽ കൂടുതൽ പേര്. എന്നാൽ നിങ്ങളുടെ തലവിധി മാറിയ ദിവസമാണ്
യേശുവിൽ വിശ്വസിച്ച ദിവസം. അടുത്തിരിക്കുന്നവരോട് പറഞ്ഞു, ഒരു ശനിദശയും ഇല്ല, ഒരു ശനിദശയുമില്ല. ഹല്ലേലൂയ. അടുത്തിരിക്കുന്ന ആളെ കൈ കൊടുത്തിട്ട് പറ, നിനക്കൊരു ശനിദോഷവും ഇല്ല. എടാ, നമ്മളെങ്ങനെയാ നാള്, സാഹചര്യങ്ങൾ, സമയം, ഒരു സമയം, ഒരു രാത്രിയിലോ പകലോ നിന്നെ ഒന്നും തൊടത്തില്ല. സൂര്യനോ ചന്ദ്രനോ നിന്നെ ബാധിക്കത്തില്ല. പറ, അടുത്തിരിക്കുന്ന ഒരാളോട് പറ, സൂര്യനോ ചന്ദ്രനോ ദിവസമോ കാലമോ ഒരു കാലങ്ങൾക്കും സമയങ്ങൾക്കും എന്നെ നിയന്ത്രിക്കാൻ കഴിയത്തില്ല. സമയങ്ങൾക്ക് മുകളിൽ വ്യാപരിക്കുന്ന ഒരുവിനെയാണ് ഞാൻ സേവിക്കുന്നത്. നിങ്ങളുടെ ശബ്ദം ഞാൻ കേട്ടില്ല. അതിന് ചിലതിനെ കൊടഞ്ഞുകള, അതിന് ചിലത് കൊടഞ്ഞുകള. ചിലർ പറയത്തില്ലേ, നീ ജനിച്ച സമയം മുതൽ ഈ വീട്ടിൽ തകർച്ചയാണ്. അത് കേട്ടാ നിങ്ങൾ വളർന്നെങ്കിൽ ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങളുടെ തലയിൽ ആ സാധനം ഉണ്ട്, കൊടഞ്ഞു കളയണം. ചില അമ്മമാര് പറയുന്ന വലിയ ഗമയോടെ പറയുന്നത്, നീ പ്രസവിക്കുമ്പോൾ കിട്ടുമെന്ന് പോലും അറിയത്തില്ലായിരുന്നു, അന്ന് മുതൽ നിന്നെ കൊണ്ട് പോരാട്ടമാ. ഞാൻ വിശ്വസിക്കുന്നത് അന്ന് മുതൽ പിശാചിന് പോരാട്ടമാ. കാരണം നീ ജനിക്കരുതെന്നായിരുന്നു അവന്റെ ചിന്ത. നിങ്ങളൊന്നും പറയാതെ, നീ ജനിച്ചതേ അവന് തലവേദനയാ. അടുത്തിരിക്കുന്നവരോട് പറ, നീ ജനിച്ചതേ അവന് തലവേദനയാ. പരാജയ ബോധമാണ് നമ്മുടെ തലയിലുള്ള. കാരണം ടീച്ചേഴ്സ് നമ്മളോട് അങ്ങനെയാ പറഞ്ഞത്, ചില അധ്യാപകർ അങ്ങനെയാണ് നമ്മളോട് സംസാരിച്ചത്, എൻ്റെ വീട്ടിലെ സാഹചര്യം അങ്ങനെയാണ് എന്നോട് ഇടപെട്ടത്. എന്നാൽ ആ പരാജയ ബോധത്തിൽ നിന്ന് എന്നെ വിടുവിക്കാനാണ് യേശു വന്നത്. ആമേൻ. 2005 വരെയുള്ള എൻ്റെ പ്രസംഗങ്ങൾ കേട്ടാൽ ഇന്നായിരിക്കുന്ന ഞാനും അന്നത്തെ പ്രസംഗവും തമ്മിൽ ഒത്തിരി വ്യത്യാസമുണ്ട്. ഞാനൊരിക്കൽ ദുബായിൽ പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻറ്റ് എന്നോട് പറഞ്ഞൊന്നും എനിക്ക് ഓർമ്മയില്ല, ഒരിക്കൽ പറയാൻ ഇഷ്ടമാണ്, അതുകൊണ്ട് പറയട്ടെ, ഒന്ന് ശ്രദ്ധിച്ചേ. നിങ്ങളിന്ന് അനുഭവിക്കുന്ന ക്രൈസിസുകളുടെ എല്ലാം കാരണം ആ മേഖലയിൽ നിങ്ങൾക്ക് ഒരു സത്യം അറിയാത്തതാണ്. അടുത്തിരിക്കുന്ന ആളുടെ കൈ കൊടുത്തിട്ട് പറ, നീ ഇന്ന് അനുഭവിക്കുന്ന സ്ട്രഗിളിൻ്റെ രഹസ്യം പ്രാർത്ഥിക്കാത്തത് കൊണ്ടല്ല, ഉപവസിക്കാത്തത് കൊണ്ടല്ല, പള്ളി വരാത്തതുകൊണ്ടല്ല, ഒരു സത്യം അറിയാത്തതുകൊണ്ടാണ്. ആ മേഖലയിൽ ദൈവവചനം എന്താണോ സൊല്യൂഷൻ പറഞ്ഞിട്ടുള്ളത്, ആ മേഖലയിൽ എന്താണോ ദൈവവചനത്തിൻ്റെ സത്യങ്ങൾ പറയുന്നത്, അത് നിന്നെ കയറ് പൊട്ടിച്ച് പുറത്തു കൊണ്ടുവരും. അതുകൊണ്ടൊരു പ്രശ്നത്തിൽ അകപ്പെടുമ്പോൾ അയ്യോ എൻ്റെ ദൈവമേ എന്ന് പറയല്ലേ. അതിൽ നിന്ന് ബൈബിളിൽ ആരൊക്കെ രക്ഷപ്പെട്ടിട്ടുണ്ടോ നോക്കണം. അയാളോട് ദൈവം ഇടപെട്ടത് നോക്കണം. അത് നിങ്ങളുടെ അകത്ത് വരാൻ തുടങ്ങിയ സക്സസ് യുവേഴ്സ്, വിജയം നിങ്ങളുടേതാകാൻ തുടങ്ങും. കൈകളടിച്ചൊരു ഹല്ലേലൂയ പറഞ്ഞാട്ട്, ശബ്ദമേറിയൊരു ഹല്ലേലൂയ പറഞ്ഞാട്ട്. നമ്മുടെ പ്രശ്നം സത്യങ്ങൾ അറിയില്ല എന്നുള്ള. സത്യം എത്രത്തോളം അറിയുമോ? നമുക്കൊരു വാക്യം വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 16:33 വാക്യം വായിക്കാം. നമുക്ക് 33 വാക്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വാക്യമാണ്. എന്നിൽ നിങ്ങൾക്ക് സമാധാനം ഉണ്ടാകേണ്ടതിന് ഇത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. മതി എന്ന് പറഞ്ഞ് എന്തിനാ കർത്താവ് സംസാരിക്കണേ? ഉറക്കെ പറ. യേശുവിൽ വിശ്വസിച്ച് സമാധാനം ഉണ്ടാകാനാ ഇത് കർത്താവ് പറയുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് സമാധാനം ഉണ്ടാകാനാ ഇത് പറയുന്നേ. ഒന്ന് പറഞ്ഞേ, ആ വാക്യം പറയുന്നത്, ഈ വാക്യം പറയുന്നത് സമാധാനം ഉണ്ടാകുന്ന കാര്യമാണ്. അടുത്ത വാക്ക് വായിക്കാം. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്. സമാധാനം ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ട് അടുത്ത വാചകം പറയാ കഷ്ടമുണ്ടെന്ന്. അത് രണ്ടും കൂടെ നടക്കുവോ? നിങ്ങൾക്ക് സമാധാനം ഉണ്ടാകാനാ ഞാൻ ഈ പറയുന്നത്, എന്നിട്ട് പറയാം ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ടെന്ന്. അത് ലോജിക്കല്ല. സാധാരണഗതിയിൽ ഞാൻ വിശ്വാസത്തിൽ വന്ന സമയത്ത്, ഈ ബന്ധക്കോസ്റ്റ് വിശ്വാസത്തിൽ നിന്ന സമയത്ത് ആദ്യത്തെ പോർഷൻ വായിക്കത്തില്ല, രണ്ടാമത്തെ പോർഷനെ വായിക്കത്തുള്ളൂ. നിങ്ങൾക്ക് ഈ ലോകത്തിൽ കഷ്ടമുണ്ട്. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. എന്നാൽ അടുത്ത വാചകം കൂടെ നിങ്ങൾ വായിച്ചു. എങ്കിലും ധൈര്യപ്പെടാ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. നിങ്ങൾക്ക് സമാധാനം ഉണ്ടാകണം. എന്തുകൊണ്ടാണ്? ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുകയാണ്. എത്ര പ്രശ്നം നിങ്ങൾക്ക് നേരെ എഴുന്നേറ്റാലും. ആമേൻ.
പ്രശ്നങ്ങളെ വലുതായി കാണരുത്, ജയിച്ചവനെ വലുതായി കാണണം. Come on. പ്രശ്നങ്ങളെ വലുതായി കാണരുത്, ജയിച്ച യേശുവിനെ വലുതായി കാണണം. നിന്റെ പ്രശ്നങ്ങളെക്കാൾ വലിയവനാണ് എൻ്റെ യേശു. ഓ, കൈ അടിച്ചു കർത്താവിനെ സ്തുതിക്കേ. ആമേൻ പറ. നിങ്ങൾ ഏത് പ്രശ്നത്തിലായിരുന്നാലും അതിന് മുകളിലാണ് എൻ്റെ കർത്താവ്. Come on, come on, come on, come on, come on. ഈ പകൽ ചിലരെ നോക്കിയൊരു ദൂത് പറയുക, ആ പാമ്പിനെ കൊടഞ്ഞു കളഞ്ഞതുപോലെ പ്രശ്നങ്ങളെ നോക്കിയിട്ട് പറ, നിനക്കെന്നെ തൊടുവാനായി കഴിയുകയില്ല. നിങ്ങൾ ശ്രദ്ധിച്ചേ, യേശു പറയൂ, ഒരു ട്രൂത്ത് പറയുക. എന്താണ് ആ ട്രൂത്ത്? ഞാൻ ജയിച്ചിരിക്കുന്നത് കൊണ്ട് നിങ്ങൾ സമാധാനമായിട്ടിരിക്കണം. പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ എങ്ങനെയാ പ്രതികരിക്കുന്നതെന്ന് പറയാമോ? അയ്യോ, ഞാൻ ഇനി എന്ത് ചെയ്യുന്നേ? അതായിരിക്കും ആദ്യത്തെ വാചകം. ഒരു വാക്യത്തിലേക്ക് ഇങ്ങോട്ട് വരാം. പുറപ്പാട് പുസ്തകം, ഞാൻ ഇതിലേക്ക് തിരിച്ച് കണക്റ്റഡ് ആവുകയെ. പുറപ്പാട് പുസ്തകം 13-ാം അധ്യായം 17-ാമത്തെ വാക്യം. പുറപ്പാട് 13:17. ഫറവോൻ ജനത്തെ വിട്ടയച്ച ശേഷം ഫെലിസ്ത്യരുടെ ദേശത്തു കൂടിയുള്ള വഴി അടുത്തതെന്ന് വരികയും. നിങ്ങളുടെ കയ്യിലെ ബൈബിൾ ഉണ്ടെങ്കിലും അടിവരയിടാവോ? ഫിലിസ്ത്യരുടെ ദേശത്ത് കൂടിയുള്ള വഴിയാണ് അടുത്ത് എന്ന് വരികയും ജനം യുദ്ധം കാണുമ്പോൾ പക്ഷേ അനുതപിച്ച് മിസ്രൈമിലേക്ക് മടങ്ങിപ്പോകുമെന്ന് വെച്ചിട്ട് ദൈവം അവരെ അതിലൂടെ കൊണ്ടുപോയില്ല. പക്ഷെ ഭയങ്കര മോശമായി പോയി. ദൈവത്തിനെ വായിക്കും, നിങ്ങൾ ശ്രദ്ധിച്ചോ? ഇസ്രായേലിൽ നിന്ന് കനാനിലേക്ക് പോകാനുള്ള ശരിയായ വഴി ഫിലിസ്തീയ ദേശത്ത് കൂടെയാണ്. എന്ന കർത്താവ് എന്ത് ചെയ്തില്ല? ഫിലിസ്തീയ ദേശത്ത് കൂടെ അവരെ കൊണ്ടുപോയില്ല. ഷോർട്ട് കട്ടാണ്, കേറാൻ എളുപ്പമാണ്. പക്ഷെ അവരെന്ത് ചെയ്തു? അവരെ ചെങ്കടൽ വഴി, മരുഭൂമി വഴി കനാനിലേക്ക് കൊണ്ടുപോയി. അതിന് കാരണം എഴുതിയിരിക്കുന്നത് എന്നാണെന്നറിയോ? ഇവര് യുദ്ധങ്ങാനം കണ്ടിട്ട് പിന്മാറിപ്പോയാൽ, ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞു. ഒരു 3 പേര് വരാം, 3 പേര് വരാം, 6 പേര് മൊത്തം പോ. 2 പേര്, 6 പേരായാലും മതി. ഇവിടെ 3 പേര് നിന്നേ, ഇവിടെ 3 പേര് നിന്നേ, അങ്ങോട്ട് തിരിഞ്ഞു നിന്നേ, ഓടിയോ. ഇത് ചെങ്കടലെ, ഇത് ഫറവോന്റെ സൈന്യം. ഇതിന്റെ ഇടയിൽ പെട്ടുപോയി ഞാൻ. ഇനി അതിനൊക്കെ തമാശ കേൾക്കണോ? ചെങ്കടൽ കടന്ന തിരിച്ചു ഉമ്മർക്ക് പോകാനും പറ്റത്തില്ല. നിങ്ങൾക്ക് വല്ല മനസ്സിലാവുന്നോ? ചെങ്കടൽ കടന്ന പിന്നെ ക്രോസ് ചെയ്യണമെങ്കിൽ ഏത് വഴിയേ പറ്റത്തുള്ളൂ? ദൈവം പറയുമോ, ഞാൻ ആ വഴിയെ കൊണ്ടുപോകത്തുള്ളൂ, ഇവന്മാരെങ്ങനെ തിരിച്ചു പോയി കളഞ്ഞാലോ? നിങ്ങൾക്ക് വല്ല മനസ്സിലാവുന്നോ? ഞാൻ വിചാരിച്ചു, ദൈവമേ, അതൊരു വൻ ഇടപാടായി പോയി. നിങ്ങളുടെ മനസ്സിനെ ധൈര്യപ്പെടുത്തിയാൽ പോരെ? നിങ്ങളുടെ ഹൃദയത്തെ ശക്തീകരിച്ചാൽ പോരെ? ഞാൻ ഈ വർഷങ്ങൾക്ക് മുമ്പ് ഈ കാര്യം പ്രസംഗിക്കുമ്പോൾ എന്ത് പറയുമെന്നറിയോ? ദൈവം നമ്മളെ യുദ്ധം പഠിപ്പിക്കാനാണ് അതിൽ കൊണ്ടുപോയത്. ഞാൻ വായിച്ചപ്പോഴാണ് മനസ്സിലായേ, അങ്ങേ ഒരു യുദ്ധവും ചെയ്യിപ്പിച്ചില്ല. നമ്മുടെ സ്വത്രമൊക്കെ പോയോ? ഗാലറിയിൽ ഇരുന്ന് കളി കാണാനാണ് വിളിച്ചോണ്ട് പോയത്. കൈ അടിക്കാത്ത എന്താ, ആമീൻ പറയാത്ത എന്താ? എന്റെ കൂടെ ഉണ്ടല്ലോ, ഇത് ശത്രുവിന്റെ സൈന്യം, ഇത് ചെങ്കടൽ ഇടയിലാക്കിയിരിക്കുക. വേറെ വഴി ഉണ്ടായിരുന്നു, നല്ല വഴി കിടക്കുക പോവാൻ. അടുത്തിരിക്കുന്നവരോട് പറയാം, നല്ല വഴി ഇഷ്ടം പോലെ ഉണ്ട്, നല്ല വഴി ഇഷ്ടം പോലെ, മാന്യമായ വഴി, ഒരു പ്രശ്നമില്ലാത്ത സ്ഥലം കൊണ്ട്. പക്ഷെ അതിലൂടെ ഒന്നും വിടാതെ ഇതിന്റെ നടുക്കൂടെ വിട്ടിരിക്കുക. അടുത്തിരിക്കുന്നവരോട് പറഞ്ഞു, വല്ല ആവശ്യമുണ്ടോ? എല്ലാ ആവശ്യമുണ്ടോ? വയ്ക്കും. ഇത് തന്നെയല്ലേ നിങ്ങളുടെയും പ്രശ്നം? നിങ്ങൾ ഇതിന്റെ 14-ാം അധ്യായം അതിന്റെ 17 മുതലുള്ള വാക്യങ്ങളൊന്നും 13 മുതലുള്ള വാക്യങ്ങളൊന്നും വായിക്കാവോ? അതിന് മോശ ജനത്തോട് ഭയപ്പെടേണ്ട, ഉറച്ചു നിൽപ്പീ. ഫറവോന്റെയും ചെങ്കടലിന്റെ നടുവിൽ നിൽക്കുമ്പോൾ മോശ ജനത്തോട് പറയാണ്, ഉറച്ചു നിൽപ്പീൻ, യഹോവ ഇന്ന് നിങ്ങൾക്ക് ചെയ്യുവാനിരിക്കുന്ന രക്ഷ കണ്ടുകൊള്ളുവീൻ. നിങ്ങൾ ഇന്ന് കണ്ടിട്ടുള്ള മിസ്രൈമിനെ ഇനി ഒരു നാളും കാണുകയില്ല. ഭയങ്കരമാണ്. ഇന്ന് കണ്ട ഒരു മിസ്രൈമിനെ ഒരു നാളിലും കാണത്തില്ല. അടുത്ത വാക്ക, യഹോവ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും. യുദ്ധം കണ്ടിട്ട് പിന്മാറി പോകുന്നേ പറഞ്ഞുള്ള കർത്താവ്. പക്ഷെ യുദ്ധം ആരാ ചെയ്യുന്നതെന്ന് ചോദിച്ചാ, ചെയ്യുന്നത് സ്വർഗമാ. ഇവന്മാര് കാലേറിയിരുന്ന കളി കണ്ടാ മതി.
നിങ്ങൾ എന്റെ കൂടെ ഉണ്ടോ? ഇനി അടുത്ത വാചകം കൂടെ ഭയങ്കര രസമാണ്. ഇനി കുറച്ചു നേരം എന്ന് പറഞ്ഞു. അടുത്തിരിക്കുന്നോട് മിണ്ടാതിരിയടാ എന്ന് പറ. പറഞ്ഞു. നിങ്ങള് ചെയ്യേണ്ട കാര്യം വാ തുറക്കല്ലേ. അടുത്തിരിക്കുന്നവരോട് പറ, ചെങ്കടലിന്റെ നടുവിലും, ഉറക്കെ പറ, ചെങ്കടലിന്റെ നടുവിലും ഫറവോന്റെ സൈന്യത്തിന്റെ നടുക്കിലുമായ വാ തുറക്കല്ലേ. വല്ലതും മനസ്സിലാവുന്നെങ്കിൽ എന്റെ കൂടെ ഉണ്ടെങ്കിൽ കൈ അടിച്ചുകൊണ്ട് ആമീൻ പറഞ്ഞേ. മുമ്പിൽ നിൽക്കുന്ന ചെങ്കടലാണ്, പുറകിൽ എന്തുവാ? കൊല്ലാൻ നിൽക്കുന്ന ആളുകൾ മുന്നോട്ട് പോയാലും ചാവും, പുറകോട്ട് പോയാലും ചാവും. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് മിണ്ടല്ലേ. അടുത്തിരിക്കുന്നവരോട് പറയാം, അങ്ങനെ ആകുമ്പോ മിണ്ടല്ലേ. ഇതാരെങ്കിലും നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടോ? അവിടെ എഴുതിയിരിക്കുന്ന വാചകം നിങ്ങൾ ശ്രദ്ധിച്ചേ. അവിടെ എഴുതിയിരിക്കുന്ന വാചകം കണ്ടോ? കീപ് സൈലന്റ് ആൻഡ് റിമൈൻ കാം. ശാന്തമായിരിക്കെ, മിണ്ടാതിരിക്കെ, എങ്കിൽ ഗാലറിയിൽ ഇരുന്ന് യുദ്ധം കാണാം. ഇസ്രായേൽ ജനത്തെ മിസ്രൈമിൽ നിന്ന് കൊണ്ടുവരുമ്പോ സ്വർഗം പറയുക, ഞാൻ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നത് കാണാൻ നിങ്ങൾക്ക് വേണ്ടി ഞാൻ അവസരം തരികയാണ്. ആരുടെയും അടുത്തിരിക്കുന്നതോട് ചോദിക്കോ, ഗാലറിയിൽ നിന്ന് യുദ്ധം കാണണമെങ്കിൽ, ഗാലറിയിൽ ഇരുന്ന് ദൈവം ചെയ്യുന്നത് കാണണമെങ്കിൽ, ആ പറയുന്ന ആളുടെ കവിളിലോട്ട് തട്ടിയിട്ട് പറ, വായടയ്ക്കണം, ശാന്തമാകണം. ഇവിടെ വന്നേ. എന്ത് ചെയ്യണം? രണ്ട് കാര്യങ്ങൾ. വായടയ്ക്കണം. ആ വായിക്കുന്ന തട്ട് ചെയ്യ. ഞാൻ പറയാം, ഇത് അടയ്ക്കത്തില്ല. ഇത് സെറ്റപ്പ് അങ്ങനെയാ, നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല. പുറകിലും മുമ്പിലും കൂടെ പ്രശ്നം വരട്ടെ. നമ്മൾ പറയും മുമ്പും പുറകും അടച്ച് തന്നെ ദൈവം ഈ വരുവാക്കി. ആദ്യത്തെ പറച്ചില്, എന്ത് പാപം ചെയ്തിട്ടാ ദൈവമേ ഞാൻ ഇങ്ങനെ ആയേ. അടുത്ത പറച്ചില്, ആരുടെയൊക്കെ ശാപമാണോ എന്റെ തലയിൽ കിടക്കുന്നത്. അടുത്ത പറച്ചില്, ഇനി എന്താ ദൈവമേ നന്നാവാനുള്ള. തിരുവനന്തപുരത്തിൽ ആരും പറയത്തില്ല അങ്ങനെ. ഈ പ്രശ്നമൊക്കെ വരാൻ ഞാൻ എന്ത് ചെയ്തു ദൈവമേ. എല്ലാ ആഴ്ചയും പള്ളിയിൽ പോകുന്നുണ്ട്, പാസ്റ്ററിനെ കണ്ടിട്ട് കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. നിങ്ങളെന്തൊന്നും മിണ്ടാത്തേ. പക്ഷെ സ്വർഗത്തിന്റെ കമാൻഡ്, പുറകിൽ സർവന്റെ സൈന്യവും ഫ്രണ്ടിൽ ചങ്കലിടും കണ്ട ആദ്യം ചെയ്യേണ്ട വായടയ്ക്കണം. അടുത്തിരിക്കുന്നവരോട് പറ, വായടയ്ക്കണം. കത്തല്ലേ, ചെയ്യല്ലേ, പറ. കണ്ടോ, ഒരെണ്ണം മിന്നിടില്ല. കണ്ടോ, അയ്യോ പറയല്ലേ. പറയരുത്. എടാ സ്റ്റാൻഡേർഡ് ആയിട്ട് അയ്യോ ഒരു വിളിയുടെ അയ്യോ പറയല്ലേ, പറ. അങ്ങനെ പറ, അയ്യോ പറയരുത്. പിന്നെ അടുത്ത വാചകം, ഹൃദയം കൊണ്ട് ശാന്തമാകണം. ഉറക്കമില്ല ബ്രദറെ, എത്ര ദിവസമായി ഉറങ്ങിയിട്ടെന്നറിയോ? ബ്രദറിന്റെ എന്റെ പ്രശ്നത്തിന്റെ വലിപ്പം പറ. ബാക്കി നിങ്ങൾ പൂരിപ്പിക്കുക. ഞാൻ പോകുന്ന ക്രൈസിസിലൂടെ എങ്ങാനും ബ്രദർ പോയിരുന്നെങ്കിൽ. പക്ഷെ സ്വർഗത്തിന് പറയാനുള്ളത്, ഗാലറിയിലിരുന്ന് സ്വർഗം ചെയ്യുന്നത് കാണണമെങ്കിൽ വായടയ്ക്കണം. വായടയ്ക്കണം. രണ്ടുപേരുണ്ടെങ്കിൽ കൈ ഓടിച്ചിട്ട് പറയാം, വായടയ്ക്കാത്തോണ്ടാ കളി കാണാൻ ഒക്കാത്ത. വായടച്ചില്ലെങ്കിൽ ആരെങ്കിലും കയറി, ഞാനിനി അത് പറയുന്നില്ല. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞേ. യേശു പറഞ്ഞുണ്ടോ, നിങ്ങൾക്ക് സമാധാനം ഉണ്ടാകാനാണ് ഞാൻ ഈ പറയുന്നേ. ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുക. പ്രശ്നങ്ങളുടെ നടുവിൽ യേശു ജയിച്ചു എന്ന് പറയണം. യേശു ജയിച്ചു എന്ന് വിശ്വസിക്കണം. യേശു ജയിച്ചത് കൊണ്ട് ഞാൻ ജയിച്ചിരിക്കുക എന്ന് പറയണം. ആ ധൈര്യത്തിൽ ഇരിക്കണം. പ്രശ്നത്തിൽ അകപ്പെടുമ്പോ, പ്രയാസത്തിലൂടെ പോകുമ്പോ, വികാരങ്ങൾ ഭരിക്കുമ്പോ, പ്രതിസന്ധികൾ ചുറ്റും എഴുന്നേൽക്കുമ്പോ, കർത്താവ് പറഞ്ഞു, നോ, ഡോണ്ട് വറി, ഞാൻ അതിനൊക്കെ ജയിച്ചതാണ്. ഞാൻ അതിനൊക്കെ ജയിച്ചതാണ്. ശാന്തമായിരിക്കേ, സമാധാനമായിരിക്കേ, വേദനിക്കാതിരിക്കേ, വാ തുറക്കാതിരിക്കേ.
ഇവന്മാർ പറഞ്ഞ ഡയലോഗ്സ് ഒക്കെ കേൾക്കണോ? അവിടെ കിടന്ന് ചത്താ മതിയായിരുന്നു, ഇറങ്ങിയ പള്ളി കിടന്ന് ചത്താ മതിയായിരുന്നു, സെമിട്രിയെങ്കിലും സ്റ്റാൻഡേർഡ് ആയിട്ടുണ്ടായേനെ. ഈ വഴിക്ക് ഇറങ്ങി തിരിക്കണ്ടായിരുന്നു. പ്രശ്നങ്ങൾ വരുമ്പോ ഒരു ട്രാൻസ്ലേഷൻ ഞാൻ വായിക്കട്ടെ, നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? ഒരു ഹല്ലേലൂയ പറയാവോ? അവിടെ എഴുതിയിരിക്കുന്ന the people changed their purpose when they see the war and returned to Egypt. അവരുടെ ദൈവിക ഉദ്ദേശം അവർ മറന്നു കളഞ്ഞിട്ട് അവര് തിരികെ നടക്കുമെന്ന്. യുദ്ധം കണ്ടാൽ, പ്രശ്നം വന്നാൽ എന്ത് ചെയ്യുന്ന പറ? പ്രശ്നം വന്നാൽ എന്ത് ചെയ്യുന്ന? നമ്മളെ കുറിച്ചുള്ള ദൈവിക ഉദ്ദേശം നമ്മളങ്ങ് മറക്കുന്നു. ആ പ്രശ്നങ്ങളിലൂടെ പിശാച് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന്, നമ്മളെ കുറിച്ചുള്ള ദൈവിക ഉദ്ദേശം നമ്മൾ എന്ത് ചെയ്യണം? മറക്കണമെന്ന്. ജോൺ ദാരു ബ്രദറിനെ കുറിച്ച് പറയുന്ന 2 കാര്യങ്ങൾ കേട്ടോ. അങ്ങേരെ രോഗശാന്തി ഇതെല്ലാം തട്ടീര എന്ന് പറഞ്ഞാൽ ഞാനിത് ചെയ്യല്ലേ. നിങ്ങൾക്ക് മനസ്സിലായോ? ഞാനിത് ചെയ്യാതിരിക്കണമെങ്കിൽ ആ സ്ഥലത്തിട്ട് പണിയണം. നീ എവിടാണോ ഉയരാൻ പോകുന്നത് എന്നത് നിനക്ക് കണ്ടുപിടിക്കാൻ കഴിയണമെങ്കിൽ എവിടെ ഇപ്പൊ പ്രശ്നമുള്ളതെന്ന് കണ്ടുപിടിച്ചാൽ മതി. ആ പ്രശ്നങ്ങളുടെ നടുവിൽ നിന്നെ ജയാളിയായോ എന്നർത്ഥം. നിന്നെ മാനിച്ചുയർത്തിപ്പിടിക്കും. ശത്രുക്കളുടെ നടുവിൽ വിരുന്നൊരുക്കും. അത് സ്വർഗത്തിന്റെ തീറിയാണ്. കൈയടിച്ചു ആമേൻ പറ. സമാധാനമായിട്ടിരുന്നാൽ ഇന്ന് കണ്ട മിസ്രയീമിനെ നീ കാണത്തില്ല. ഇന്ന് കാണുന്ന ഒന്നിനെ നീ കാണത്തില്ല. വചനം പറയുക, ഉറച്ചിരിക്കെ, ഭയപ്പെടരുത്, ഭയപ്പെടരുത്. അടുത്തിരിക്കുന്നവരോട് പറ, ഭയപ്പെട്ടാൽ നീ അതും ഇതും പറയും. ഉറപ്പ് പോയാൽ നീ അലയ്ക്കും. അടുത്തിരിക്കുന്ന വേറെ ആളോട് പറ, ഉറപ്പ് പോയാൽ അയ്യോ അയ്യോ വേവലാതി പറയും. ഇനി എന്താണോ നടക്കാൻ പോകുന്നേ എനിക്കറിയാൻ വയ്യേ. കൺഫ്യൂഷൻ പറയും. ഇത് എവിടെ ചെന്ന് അവസാനിക്കോ ദൈവമേ? ഇത് നീ വാ തുറക്കാൽ പറയുമെന്ന് സ്വർഗത്തിന് അറിയാവുന്നോട് പറഞ്ഞു. ഉറപ്പ് കളയരുത്, ധൈര്യം വിടരുത്. നിന്നാൽ ഞാൻ ചെയ്യുന്നത് നീ കാണാൻ തുടങ്ങും. നിങ്ങൾക്ക് ഏറ്റവും ഉറപ്പുള്ള സ്ഥലത്താ ഏറ്റവും ശക്തമായി പിശാച് എതിർക്കാൻ തുടങ്ങുന്നത്. ഇസ്രായേലിനോട് ദൈവം പറഞ്ഞു, ഇതാ യെരിഹോവിനെ ഞാൻ നിനക്ക് തന്നിരിക്കുക. അടുത്ത വാചകം എഴുതിയിരിക്കുക, യെരിഹോവ് അടച്ച് ഉറപ്പാക്കിയിട്ട് പറഞ്ഞു, ഒരാള് കയറുകയോ ഇറങ്ങുകയോ ചെയ്യാതെ അതിനെ അടച്ചുറപ്പാക്കിയെന്ന്. അടച്ചുറപ്പാക്കിയത് നീ തോക്കുമെന്ന് നിന്നെ കാണിക്കാനല്ല, ലഭിച്ചത് കൊണ്ട് ശത്രു ചെയ്യാൻ ശ്രമിക്കുന്നത്. ചില വഴികൾ അടഞ്ഞെന്ന് പറയുന്നവരാടാ. ആ വഴി അടയല്ല, ആ വാതിലിനെ ആർക്കും അടയ്ക്കാൻ പറ്റത്തില്ല. കാരണം സ്വർഗം തുറന്നാൽ അതിനെ ആരും അടയ്ക്കത്തില്ല. സ്വർഗം തുറന്നാൽ ആരും അതിനെ ഇല്ലാതാക്കത്തില്ല. തുള്ളി ചാടിയുടെ ആമേൻ പറ. നമ്മുടെ അകത്തുനിന്ന് പിശാച് ഏറ്റവും ആദ്യം അപഹരിക്കുക ധൈര്യമാണ്. 2, അപഹരിക്കുക ഉറപ്പാണ്. വിശ്വാസം എന്നതോ കാണാത്ത കാര്യങ്ങളിലുള്ള ഉറപ്പാണ്. വിശ്വാസം എന്നതോ കാണാത്ത കാര്യങ്ങളിലുള്ള നിശ്ചയം, അതാണ് ഉറപ്പ്. വിശ്വാസം എന്നതോ കാണാത്ത കാര്യങ്ങളെ കുറിച്ചുള്ള ഉറപ്പ്. എന്റെ ദൈവം പറഞ്ഞതാണ് സംഭവിക്കും. എന്റെ ദൈവം എന്നോട് ഇടപെട്ടതാ നടക്കും. നിങ്ങൾ എന്താ ആമീൻ പറയാ? അടുത്ത ദിവസങ്ങൾ നമ്മൾ എയർ കണ്ടീഷൻ ഹാളിലേക്ക് പോകും. നടക്കും. അത് സാഹചര്യങ്ങൾ എത്ര എതിരായിരുന്നാലും it will going to happen. അത് സംഭവിച്ചത് കൊണ്ട് വെളിപ്പെടുകയാ. എന്താ ആമീൻ പറയാതെ? ആമീൻ പറയാതെ. നമ്മുടെ എല്ലാം പ്രശ്നം എന്തുവാ? പ്രശ്നങ്ങൾ വരുമ്പോഴാണ് നമ്മൾ ആവശ്യമില്ലാത്ത സംസാരിക്കുന്നേ. സാഹചര്യങ്ങൾ നിങ്ങളെ സമ്മർദ്ദപ്പെടുത്തും. വയറ്റിലെ ഒരു വേദന വന്നാൽ മതി, അത് മുഴയാകും,
പിന്നെ അത് വേദനയാകും, പിന്നെ അത് ബ്ലീഡിങ് ആകും, നീ ക്ഷീണിച്ചതായി കാണും, ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും, ഓപ്പറേഷൻ വേണമെന്ന് പറയും. ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ നിനക്ക് മനസ്സിലാവുന്നത് ക്യാൻസറാണ്. ഡോക്ടർ പറയും ഇത് വലിയ കൂടിയ ക്യാൻസറാന്ന് പറയും. കുറച്ച് 6 മാസത്തിനകത്ത് നീ ചാവും. നിന്റെ ഡെഡ് ബോഡി ജോൺ ദാരു ബ്രദർ ഒന്ന് പോയി വരൂ മകളെ എന്ന് പറഞ്ഞ് അടക്കുന്നത് നീ കാണും. അങ്ങനെയാ ഇമാജിനേഷന്റെ സ്വഭാവം. അപ്പോ പിന്നെ കരയുന്ന കർത്താവെ രക്ഷിക്കണേ. എന്ത് കണ്ടിട്ടാ രക്ഷിക്കണേ എന്ന് പറയുന്നത്? ഞാൻ ജോൺ ദാരു ബ്രദർ ഒന്ന് കുഴിച്ചിടുന്ന് കണ്ടോണ്ടായി രക്ഷിക്കണേ എന്ന് പറയുന്നത്. അങ്ങേയറ്റം പോയി. സാഹചര്യത്തിന് നിന്നോട് സംസാരിക്കാൻ കഴിയും. സാഹചര്യമല്ല നിന്നെ നിയന്ത്രിക്കേണ്ടത്, വിശ്വാസമാണ് നിയന്ത്രിക്കേണ്ടത്. അടുത്തിരിക്കുന്നവരോട് പറ, ഭയപ്പെടരുത്, ഉറച്ചു നിൽക്കണം, വാ തുറക്കരുത്, ഹൃദയത്തിൽ സമാധാനം വസിക്കാൻ ഇടം കൊടുക്കണം. പറ, സമാധാനത്തിലിരിക്കണം, വാ തുറക്കരുത്. സംസാരിച്ചു പോകുമെന്ന് തോന്നുന്ന സാഹചര്യം വന്നാൽ ഇങ്ങനെ ഇരിക്കണം. ഹൃദയത്തിൽ തോന്നും ആരെല്ലെന്ന് പറഞ്ഞ വാ തുറക്കരുത്. പക്ഷേ ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, ഈ ജോസഫ് എന്ന് പറഞ്ഞ ആ യൗവനക്കാരൻ്റെ അടുക്കൽ അവിടെ പൊത്തിഫേറിൻ്റെ ഭാര്യ സുന്ദരിയായിരിക്കാനേ വഴിയുള്ളൂ. ഒരു രാജപദവിയിൽ ഇരിക്കുന്ന ആളുടെ ഭാര്യയല്ലേ. ആ സ്ത്രീ പഞ്ചാര പറഞ്ഞപ്പോൾ ഇവന് വല്ല വികാരം വന്നു കാണുമോ? ഞാൻ വിശ്വസിക്കുന്നത് എന്നെ പോലെ ആയിരിക്കും അവനും, എനിക്കും നിങ്ങൾക്കും ഉള്ള ശരീരം തന്നെ അവനുള്ള. 2-3 പ്രാവശ്യമൊക്കെ വിളിച്ചപ്പോൾ ചെറിയ ആട്ടമൊക്കെ മനസ്സിൽ വന്നു കാണും. നിങ്ങൾ വേറെ ഇരുമ്പ് കല്ലൊക്കെ ആയിരിക്കുമെന്നേ. പക്ഷേ പുള്ളിക്കൊരു കാര്യം മനസ്സിലായി, ഈ ആട്ടോ ആയിട്ട് ആ പെണ്ണുമ്പിളുടെ അടുത്ത് പോയിരുന്ന സെറ്റ് തീർന്നു കാര്യം. നമുക്ക് വല്ല മനസ്സിലാവുന്നു? ആട്ടം വന്ന് ഓടിക്കണം. നിനക്ക് വികാരം വരാതിരിക്കാൻ നീ സാധാരണ കല്ലൊന്നുമല്ല, നീ സാധാരണ മനുഷ്യനാണ്. നിനക്ക് വികാരം വരും. ആ വികാരം വരുമെന്ന് തോന്നുന്ന സ്ഥലത്ത് നിന്ന് ഓടിയേക്കണം. വിശ്വാസത്തിന്റെ നായകനും അത് പൂർത്തി വരുത്തുന്നവനുമായെങ്കിലേക്ക് നോക്കണം. മുറുകെ പറ്റുന്ന പാപവും ഭാരവും വിട്ടിട്ട് ഓടണം. Come on, കൈയടിക്കവരെ ഹല്ലേലൂയ പറ. Come on, come on, come on. ഷുഡാരാനാനാ സോകോ. ഓടാനുള്ള കൃപ കർത്താവ്, ഓടണമെന്ന് നീ ചിന്തിച്ചാൽ മതി, കൃപ കർത്താവ് തന്നോളും. ആ സ്റ്റെപ്പ് വെച്ചാൽ മതി, ബാക്കി കാര്യം ആര് ചെയ്തോളും? അടുത്തിരിക്കുന്ന ആളോട് കൈ പറഞ്ഞ വാ തുറക്കല്ലേ, വാ തുറക്കരുത്. നിന്റെ അടുക്ക വന്നിട്ട് എന്നെ കണ്ടിട്ട് ഒരു ഇഷ്ടവും നിനക്ക് വരുന്നില്ല. ഐ ലവ് യു പറഞ്ഞ ആളായിരിക്കും ചോദിക്കുന്നത്. നിന്നെ കണ്ടിട്ട് എനിക്കൊരു ഇഷ്ടവും നിനക്ക് എന്നോടൊരു ഇഷ്ടവും തോന്നുന്നില്ലേ? 5 പ്രാവശ്യം ചോദിക്കുമ്പോൾ ഉള്ളിലുള്ളത് പറയില്ലേ? പറഞ്ഞാൽ നീ വീണു. 5-6 പ്രാവശ്യം ഐ ലവ് യു ഐ ലവ് യു ഐ ലവ് യു എന്ന് പറഞ്ഞ് നടന്ന് ആർക്കാ ഇഷ്ടം വരാത്ത? അങ്ങനെയാന്ന് എൻ്റെ സെറ്റപ്പ്, അങ്ങനെയാ നമ്മുടെ ശരീരം, അങ്ങനെയാ. അതുകൊണ്ട് ഇത് തുറന്നു പറഞ്ഞ പിന്നെ അയാൾ നിന്റെ കഴുത്തിൽ കുരുക്കും, ഉറപ്പാ. അതുകൊണ്ട് പറയാതെ കർത്താവേ എനിക്ക് ഇഷ്ടം വരുന്നുണ്ട്, എന്നെ സഹായിക്കണം എന്ന് പറഞ്ഞ രക്ഷപ്പെട്ടു പോവാം. നിങ്ങളെന്താ ആമീൻ പറയാത്തെ? ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഇനി എൻ്റെ കൂടെ ഒന്നും കൂടെ പറഞ്ഞേ, ഭയപ്പെടരുത്. പ്രശ്നങ്ങൾ കാണുമ്പോ ഭയപ്പെടരുത്. വേറൊരാളോട് പറ, വായും തുറക്കല്ലേ. വേറെ വാക്ക് പറഞ്ഞേ, പ്രശ്നങ്ങൾ കാണുമ്പോ ഉറപ്പ് പോവല്ലേ, സമാധാനത്തിലിരിക്കണം. ഇരുന്നാൽ എന്ത് കാണും? ഗാലറിയിൽ ഇരുന്നാൽ മതി, സ്വർഗം യുദ്ധം ചെയ്തോളും. ഇവിടെ എഴുതിയിരിക്കുന്ന കണ്ടോ നിങ്ങള്? യുദ്ധം കാണുമ്പോ ഇവര് തിരിച്ചു പോകുന്നതാണ്. യുദ്ധത്തിൽ ഏർപ്പെടുമ്പോ തിരിച്ചു പോകലല്ല. യുദ്ധം എന്ത് ചെയ്യുമ്പോഴാണ്? കാണുമ്പോ. യുദ്ധം വരുന്നത് കണ്ട ഇവന്മാര് മുങ്ങുവെന്ന്. നിങ്ങൾ അങ്ങനാന്ന് കർത്താവിന് അറിയാം. പക്ഷെ കർത്താവിന് മനസ്സിലായി, ഇവന്മാർ പ്രശ്നത്തിൽ അകപ്പെട്ടാൽ ഇവന്മാർ മുങ്ങുമെന്നറിയാം, ഏതെങ്കിലും വഴിക്ക് പോകുമെന്നറിയാം, കള്ളു കുടിക്കുമെന്നറിയാം. പക്ഷെ അതിന് നടുവിൽ തിരിച്ചു പോകാൻ കഴിയാത്ത വിധത്തിൽ കുരുക്കിയതായി ഇവിടെ.
കുരുക്കിയപ്പോ ദൈവത്തിന് ഒരു കാര്യം പറയാനുണ്ട്, മോനെ ഇനി ഞാൻ ചെയ്യുന്നത് നീ ഗാലറിയിൽ നിന്ന് കാണാം. ഇനി ഞാൻ നിനക്ക് വേണ്ടി ചെയ്യുന്നത് എന്താന്ന് കാണാം. ഇനി ഒരു വാചകം പറയട്ടെ. നിന്റെ പ്രശ്നത്തെ സ്വർഗം എങ്ങനെ ഡീൽ ചെയ്യണമെന്ന് കാണണമെങ്കിൽ ശാന്തമായിരിക്കണം. മൗനമായിരുന്ന അവൻ ആരാണെന്ന് അറിയണം. ഒരു വാചകം കൂടെ പറയട്ടെ. അതിന് 14-ാം അധ്യായത്തിന്റെ 25-ാമത്തെ വാചകം വായിച്ചാല് കുറച്ചും കൂടെ രസകരമായ കാര്യം. അവരുടെ രഥചക്രങ്ങളെ തെറ്റിച്ചു ഓട്ടം പ്രയാസമാക്കി. അതുകൊണ്ട് മിസ്രൈമ്യർ നാം ഇസ്രായേലിനെ വിട്ട് ഓടിപ്പോയിക്കോ. യഹോവ അവർക്ക് വേണ്ടി യഹോവയ്ക്ക് വേണ്ടി മിസ്രൈമിനോട് യുദ്ധം ചെയ്യുന്നു എന്ന് പറഞ്ഞ് മനസ്സിലായോ? ഒന്ന്, ശത്രു നിന്നെ തോൽപ്പിക്കുകയില്ലെന്ന് മാത്രമല്ല, നീ ജയാളിയാകുമെന്ന് മാത്രമല്ല, ശത്രുവിനും കൂടെ മനസ്സിലാവും ഇവനോട് തൊട്ട് കളിച്ച വിവരമേറെയാവുന്നു. അടുത്തിരിക്കുന്ന ആളുടെ കൈ കൊടുത്തിട്ട് പറ, ഈ പ്രതിസന്ധിയിൽ നീ ജയിക്കുമെന്നത് മാത്രമല്ല, നീ ജയിച്ചിരിക്കുകയാണെന്ന് മാത്രമല്ല, നിന്നെ പ്രതിസന്ധിയിലാക്കിയവരൊക്കെ അറിയാൻ പോവാ ഇവനെ തൊട്ടാൽ അത് തീക്കളിയാണ്. പ്രശ്നത്തിന് മനസ്സിലാവും ഇവന്റെ അടുക്ക പോയ ആ പ്രശ്നം ആവത്തേ ഉള്ളൂ. ഇനി അത് അങ്ങോട്ട് ചെല്ലാതിരിക്കുക നല്ലതെന്ന് നിന്റെ ചുറ്റുമുള്ള ശത്രുവിനെ, നിനക്ക് ചുറ്റുമുള്ള പ്രതിസന്ധിക്ക് മനസ്സിലാക്കി കൊടുക്കുന്ന ഒരു സീസണിലാണ് നീ ഇരിക്കുന്നേ. അപ്പൊ നിന്നെ പ്രതിസന്ധിയിലാക്കിയ സാഹചര്യങ്ങൾ, അതുകൊണ്ട് ദാവീദ് പറഞ്ഞത്, എന്നെ കടിച്ചു കയറാനുള്ള ശത്രുക്കൾ എൻ്റെ അടുക്ക വന്നിട്ട് ഏടറി താഴെ പോകുന്നു. എന്നെ കടിച്ചു കയറാൻ വരണം, എന്നിട്ട് ഇവിടെ വന്നിട്ട് താഴെ വീഴണം കേട്ടോ. എന്നെ കടിച്ചു കീറുന്ന ദുഷ്കർമ്മികൾ എൻ്റെ അടുക്ക വരും, പക്ഷെ തളർന്നു പോകും. അത്രേ ഉള്ളൂ. ഇതാണ് അവന്റെ പരിപാടി. അടുക്ക വരുമ്പോ അയ്യോ എന്ന് പറയാതിരുന്ന അവൻ ഇങ്ങോട്ട് വരത്തില്ല, അവൻ വീണോളാം. ഇത് തമാശയല്ല, ബി സീരിയസ്. കാരണം ദൈവം വെച്ചിരിക്കുന്ന വലയത്തിനപ്പുറത്തേക്ക് ഒരാൾക്ക് കയറാൻ കഴിയത്തില്ല. രണ്ടുപേരുടെ ഇങ്ങനെ കൈ കൊടുത്തിട്ട് പറ, ആ വലയത്തിനകത്തേക്ക് ഒരാൾ കയറത്തില്ല. നിങ്ങൾ ശ്രദ്ധിച്ചോ, യുദ്ധം കണ്ടിട്ട് ഇവർ തിരിച്ചു പോകുന്നാ പറഞ്ഞേ. പക്ഷെ സ്വർഗത്തിന് എന്തായിരുന്നു അവരെക്കുറിച്ചുള്ള യഥാർത്ഥ ഉദ്ദേശം എന്നറിയാവോ? അവർ കനാലിൽ ചെല്ലണേക്കാൾ മുമ്പ് ദൈവമാണിത് മുഴുവൻ ചെയ്യുന്നതെന്നും, ദൈവമാണ് അവൻ്റെ പ്രൊവൈഡർ എന്നും, ദൈവമാണ് അവർക്ക് വേണ്ടി യുദ്ധം ചെയ്തതെന്നും പഠിപ്പിച്ചേ ഒക്കത്തുള്ളായിരുന്നു. അവരെ കൊണ്ട് യുദ്ധം ചെയ്യുകയല്ല ദൈവത്തിൻ്റെ ഉദ്ദേശമായിരുന്നേ. എന്നായിരുന്നേ? യുദ്ധം കാണുമ്പോൾ അവർ പിന്മാറി പോകാം. പക്ഷേ അവർ കനാനിലേക്ക് ചെന്ന് 1 മാസം കൊണ്ട്, ഒരാഴ്ച കൊണ്ട് ആ കനാനെ സ്വന്തമാക്കണേക്കാൾ മുമ്പ് എങ്ങനെയാണ് ഞാൻ അവരെ നടത്തുന്നതെന്ന് അവരെ ഗ്രഹിക്കേണ്ടത് ആവശ്യമായിരുന്നു. ആദ്യം ഒരു പ്രതിസന്ധിയിൽ അകപ്പെടുക. ദൈവം അറിഞ്ഞിട്ടില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കർത്താവ് അങ്ങോട്ട് വിട്ടത്. ആ പ്രതിസന്ധിയുടെ നടുവിൽ അവർ നിലവിളിച്ച് പറഞ്ഞു, മിണ്ടായിരുന്നാൽ മതി, ഞാൻ കൂടെ ഉണ്ട്. മിണ്ടായിരുന്നാൽ മതി, ഞാൻ കൂടെ ഉണ്ട്. അവരക്കരെ കയറിയപ്പോഴാണ് മനസ്സിലായേ, മിണ്ടാതിരുന്നാ മതിയായിരുന്നു. പക്ഷെ ഇവന്മാര് പഠിച്ചില്ല കേട്ടോ. 3 ദിവസത്തെ വഴിയാത്ര കഴിഞ്ഞപ്പോ വെള്ളമില്ല. 15-ാം അധ്യായം അവരാകെ കൂടെ നിലവിളിക്കാൻ തുടങ്ങി. ആർ യു ലിസണിങ്? കർത്താവരോട് പറഞ്ഞു, എടാ നേരത്തെ നിങ്ങളോട് പറഞ്ഞല്ലടാ മിണ്ടാതിരിക്കാൻ. അടുത്തിരിക്കുന്നവരോട് പറഞ്ഞേ, ഇതാ നിന്റെ വായുടെ കുഴപ്പം. എന്ത് കണ്ടാലും അപ്പോ വിളിച്ചോളൂ. അതുവരെ ദൈവം ചെയ്തോന്ന് അപ്പൊ ഓർക്കത്തില്ല, അപ്പോഴേ കിടന്ന് അലച്ചോളൂ. അയ്യോ അയ്യോ അയ്യോ, അന്ന് ദൈവം സഹായിച്ചു പോലെ ഇന്ന് അയ്യോ, ഇന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ട്? എൻ്റെ വാടി അബിയും വാടി. അബിയെ നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? അബിയെ കഴിഞ്ഞ പ്രാവശ്യമല്ലേ അവൾക്ക് സൗഖ്യമായി ഇവിടെ വന്നത് അല്ലേ? കഴിഞ്ഞ പ്രാവശ്യം അബി ഇവിടെ വന്നപ്പോ ശ്രീചിത്രയിലല്ലേ, എവിടെ എങ്ങോട്ടല്ലേ കാണിച്ചു? ഏത് ഹോസ്പിറ്റലായിരുന്നു? എവിടെയായിട്ട് തന്നെ കാണിച്ചു? പറ. അനന്തപുരിയിൽ കാണിച്ചപ്പോൾ ഡോക്ടർമാർ പറഞ്ഞു ഇവിടെ ബ്രെയിനിൽ പ്രശ്നമാണ്.
ഇവൾക്ക് ചേട്ടത്തിമാരുണ്ട്, രണ്ടുപേരും ഡോക്ടേഴ്സാണ്. ഒരു മാർഗമില്ല പറഞ്ഞ സ്ഥലത്താണ് ജന്നിക്ക് ശക്തമായി മരുന്ന് കൊടുക്കണം, അങ്ങനെയല്ലേ പറഞ്ഞേ? പറ. അങ്ങനെ മരുന്ന് കൊടുക്കണം എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു മരുന്നും കഴിക്കാതെ ആരോഗ്യത്തോടെ ഇരിക്കുക. പിന്നെ ജന്നി വന്നില്ല. ആ ഞായറാഴ്ചയ്ക്ക് ശേഷം ജന്നി സല്യൂട്ട് ചെയ്ത് പോയി. ഇന്ന് നമ്മുടെ ദുബായ് ചർച്ചിലെ വർഷിപ്പ് ലീഡറാണ്. അയ്യോ, നിങ്ങളുടെ അസൂയ ഉണ്ടെന്ന് തോന്നുന്നേ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇവളിപ്പോ ആന പോലെ ഉണ്ടെന്ന് പറയില്ല. 8ാം ക്ലാസ്സിലാണ്, എത്രയുണ്ട്? 9. 10ലായി. 10ലായി. പോട്ടെ, ഇരുന്നു. ഇവിടുന്ന് കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ചേ. Are you listening to me? ഇസ്രായേൽ ജനത്തോട് ദൈവത്തിൻ്റെ ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. നോക്ക്, അവർ നേരെ മാറി വന്നു, അവർ മാർത്തടിക്കാൻ തുടങ്ങി. സ്വർഗ്ഗവരോട് പറഞ്ഞു, നോ, ഡോണ്ട് വെറി, ഞാനാ നിങ്ങളുടെ വൈദ്യൻ. കർത്താവ് പറഞ്ഞു, ഈ കയ്പിനെയൊക്കെ എനിക്ക് മധുരമുള്ളതാക്കാം. നിന്റെ ലൈഫിൽ ഓരോ പാഠങ്ങളാണത്. കർത്താവിന്റെ മാർഗത്തിൽ വരുന്ന ആളുകൾക്ക് കയ്പുള്ള സാഹചര്യങ്ങൾ വരാം, പക്ഷേ സ്വർഗം അതിനെ മധുരമാക്കാതെ വിടത്തില്ല. നിങ്ങളെന്താ കൈയടിക്കാത്തെ? അയ്യോ, ഇനി എങ്ങനെ മുന്നോട്ട് പോകുന്നു തോന്നാം, പക്ഷേ അവിടെ ദൈവം മനോഹരമായി ചിലത് ചെയ്തെന്ന് വരും. നിനക്ക് വേണ്ടി മധുരമാക്കുന്ന ഒരു സ്വർഗത്തെയാ നീ കാണുന്നത്. ഒരിക്കലും രുചിക്കാൻ കഴിയാത്തതിനെ അതിമനോഹരമാക്കുന്നത്, അതിരുചികരമാക്കുന്നത്. അവിടെ വെച്ചാൽ ദൈവത്തിൽ നിന്ന് അവർക്കൊരു കാര്യം മനസ്സിലായ, കർത്താവ് റാഫയാണ് എന്ന് പറഞ്ഞ് സൗഖ്യമാക്കുന്നവനാണ്. ദൈവത്തിന് സൗഖ്യമാക്കാൻ കഴിയും. ഈ 14 15 അവർ വന്നു, നിങ്ങൾ 16 വന്നു. അവർക്ക് ആഹാരമില്ല, അവർക്ക് കുടിക്കാൻ വെള്ളമില്ല. പാറ പിളരുന്നു, അവർക്ക് വെള്ളം വരുന്നു, ആഹാരമില്ല. ഇതാ കാടപ്പക്ഷി അവർക്ക് വേണ്ടി മാനിഫെസ്റ്റഡ് ആകുന്നു. നിങ്ങളെന്താ കൈയടിക്കാത്തെ, ആമേൻ പറയാത്തെ? ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, ആ മരുഭൂമി യാത്രയാണ് അവർക്ക് ദൈവത്തെ അടുത്ത് അറിയുവാൻ അവസരങ്ങളെ കൊടുത്തത്. ഇപ്പോൾ അവർക്കറിയാം ഞങ്ങൾ ആരെയാ സേവിക്കുന്നത്. നിങ്ങളുടെ മുമ്പിലുള്ള എല്ലാ പ്രശ്നങ്ങളും നിങ്ങൾ ആരെയാ സേവിക്കുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കുക എന്നല്ലാതെ ഒരു പാടി താഴോട്ട് നിങ്ങൾ വരത്തില്ല. പറയാതെ പിശാച് എപ്പോഴും നമ്മളെ കൊണ്ട് എന്ത് ചെയ്യും? ഞാൻ കർത്താവിന് വേണ്ടി നിന്നതല്ലേ എന്ന് പറഞ്ഞ് വേവലാതി പറയും. അതാണ് പുള്ളിയുടെ പരിപാടിയും. ഞാൻ സുവിശേഷ വേലക്കാരനല്ലേ എന്നിട്ടും പാണ്ടെന്താ എന്ന് ആര് ചോദിക്കും? പ്രീസസിന്റെ വീട്ടിലൂടെ നോക്കി വേറൊരു കുരിശ് അവിടെ ഇരിക്കുവോ? ഞാൻ കർത്താവിന് വേണ്ടി ജീവിക്കുക, എന്നിട്ട് എന്താ ബ്രദറെ പോകാത്തെ? എന്താ പോകാത്തേന്ന് ചോദിക്കുന്നതാ പ്രശ്നം. മൗനമായിരുന്നിട്ട് പിശാച് നീ എത്ര പേരെ കളിക്കൂടാ, നീ എവിടെ വരെ ഓടുകടാ, നിനക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്നടാ നീ വിചാരിക്കുന്നേ? ഞാൻ അവന്റെ സമ്പത്താണ്, ആ സ്വന്തം ജനമാണ്, സ്വന്തം മകനാണ്, സകല കുടുംബത്തിനും പേര് വരുത്തിയവനാണ്. ഞാൻ അവന്റെയാ. എന്താ നിങ്ങൾ കൈയടിക്കാതെ ആമേൻ പറയാതെ? നിനക്കൊരു ദോഷവും വരാതെ വണ്ണം അവൻ നിന്നെ സൂക്ഷിക്കും. ഒരു ദോഷവും നിന്നെ തൊടാതെ വണ്ണം അവൻ നിന്നെ കരുതിക്കൊള്ളും. നിന്റെ വീട്ടിനകത്ത് ഒരു ബാധയും അടുക്കത്തില്ല. നീ ചിലത് കണ്ടുകൊണ്ട് പറയും ഇങ്ങനാണ് തകർച്ചകൾ ഉണ്ടാകുന്നേ, പക്ഷേ I am in a safer place. ആൻസി കേൾക്കുന്നു? ആൻസി, നീ കർത്താവിലേക്ക് വന്നപ്പോൾ മുതൽ നീ സുരക്ഷിതയാണ്. സാഹചര്യങ്ങളെ കേൾക്കരുത്, സാഹചര്യങ്ങളെ കാണരുത്. പ്രിൻസി കേൾക്കുന്നോ? സാഹചര്യങ്ങളെ എല്ലാം തിരിച്ചു മറിക്കുന്നത്. ഞാൻ എൻ്റെ ചർച്ചിലെ സഹോദരന്മാരോട് പറയാറുള്ളൊരു കാര്യം, കൂടെ നിൽക്കുന്ന പാസ്റ്റേഴ്സിനോട് പറയാറുള്ളൊരു കാര്യം, എങ്ങനെയാണ് ദൈവം സാമ്പത്തികമായി നിങ്ങളെ നടത്തുന്നെന്ന് പഠിക്കാതെയാണ് നിങ്ങൾ ഇരിക്കുന്നതെങ്കിൽ
ഒരു നാളും നീ ശുശ്രൂഷകനാകത്തില്ല. എന്നാ നെഞ്ച് വിരിച്ചാൽ ഞാൻ ഇവിടെ നിൽക്കുന്നറിയോ? ചർച്ചയിൽ നിന്ന് ഒരു പൈസ എടുക്കുന്നില്ല, സ്വോത്ര കാഴ്ചയിൽ നിന്ന് എടുക്കുന്നില്ല. ഇതുവരെ എല്ലാം ദൈവം നന്നായി നടത്തി. ലക്ഷറിയസ് ആയിട്ട്. കഴിഞ്ഞ പ്രാവശ്യം എൻ്റെ ഫാമിലി ആയിട്ടാണ് ഞാൻ നൈജീരിയയിൽ പോയത്. നിങ്ങളെ അതിനു വേണ്ടി ഒരാളുടെ ഹൃദയത്തിൽ തോന്നുവാന്നേ, ബ്രദർ പോയിക്കോ ഞങ്ങൾ പൈസ തരാന്ന്. നിങ്ങളുടെ ആമീനൊക്കെ അവിടെ പോയി. എൻ്റെ വീടിന് ഒരു ചെറിയ റെനോവേഷൻ നടക്കുക. പെയിന്റ് മുതൽ പണിക്കാർ വരെ ഫ്രീ. റോബിൻ ബ്രദർ വീടിന് മുമ്പിൽ കലാപരിപാടികൾ നടത്തിക്കൊണ്ടിരിക്കുക. ആ കൂടി ഞാൻ ചെലവാക്കി 30,000 രൂപ. നിങ്ങളുടെ സ്വോത്രമൊക്കെ പോയത് വീട് കണ്ടാൽ തിരിച്ചറിയത്തില്ല. ആ പരിവാക്കി വെച്ചിരിക്കുക പുള്ളി. ചുറ്റും നിൽക്കുന്ന ആളുകൾ നിന്നത് ഇവന്റെ കയ്യിൽ അല്ലടവേ പൂത്ത കർത്താവിരിക്കുക. നിങ്ങൾക്ക് എന്നിത് മനസ്സിലാകുമെന്ന് എനിക്കറിയത്തില്ല. മനസ്സിലായാൽ എന്റെ കൂടെ ഉണ്ടെങ്കിൽ കൈ അടിച്ചൊരു ആമേൻ പറഞ്ഞേ. നിന്റെ ജീവിതം സുരക്ഷിതമാണ്. ആ പ്രശ്നങ്ങളെ നോക്കിയിട്ട് പറയണം, നോ, ഇത് എന്റെ യേശുവിന്റെ ശരീരമാ, ഇത് ദൈവത്തിന്റെ ആലയമാ. ഇസ്രായേൽ ജനം ആ പ്രശ്നങ്ങളുടെ നടുവിൽ ഒരു കാര്യം ലേൺ ചെയ്തു. പ്രശ്നങ്ങളുടെ നടുവിൽ ചിലത് ഗ്രഹിക്കണം. എന്നെ കൈവിട്ടതല്ല ഗ്രഹിക്കണ്ടേ, എന്താണ് തിരുവനന്തപുരം എന്തിന് ചെയ്യാനാ ഇനി എന്ന് പറയരുത്. പകരം അവന്റെ ഉള്ളം കയ്യിൽ എന്നെ സൂക്ഷിച്ചിരിക്കുന്നത് കാണാം. ഒരാളോട് കൈ കൊടുത്തിട്ട് പറ, അവന്റെ കൈകളിൽ എന്നെ വരച്ചിരിക്കുകയാണ്. വേറെ ആളോട് പറ, അവന്റെ കൈ താങ്ങുന്ന ദാസനാ ഞാൻ. എന്നെ ഗമയല്ലേ, ദൈവത്തിന്റെ കൈ സൂക്ഷിക്കുന്നയാൾ ആ കൈക്കകത്തിരിക്കുക. നിന്റെ പേര് ഞാൻ എൻ്റെ ഉള്ളങ്കയിൽ എഴുതി വെച്ചേക്കുക. പ്രേമിക്കുന്നവരെ, നിങ്ങൾ എഴുതുന്നേക്കാൾ മുമ്പ് എൻ്റെ കർത്താവ് എഴുതിയതാ. ചെറുക്കൻ്റെ പേരും പെണ്ണിന്റെ പേരൊക്കെ ഇവിടെ അവിടെയൊക്കെ എഴുതി വെക്കുന്നത് കണ്ടിട്ടില്ലേ? അത് നേരത്തെ എഴുതിയത് കർത്താവാണ്. എഫ്രൈമേ, നീ എൻ്റെ ഓമന കുട്ടനാ. എന്റെ ഭാഷ പറഞ്ഞ എന്റെ പൊന്ന് കരളേന്ന് ആദ്യം വിളിച്ചത് കർത്താവാ. നിങ്ങൾ ആമേൻ പറയാത്ത? അവനാണ് നിന്നെ ആദ്യം സ്നേഹിച്ചത്. ആ സ്നേഹത്തിൽ നിന്ന് നിന്നെ പറിച്ചു കളയാൻ ഈ ലോകത്തിലെ ഒരു ശക്തിക്കും കഴിയത്തില്ല. You are covered. നീ അവനാൽ സുരക്ഷിതനാണ്. Come on, തുള്ളിച്ചാടി ഒരു ആമേൻ പറ. ഒരേ ഒരു കാര്യം നിങ്ങൾ പഠിക്കണം. ഒരു നിമിഷം എഴുന്നേറ്റ് നിൽക്കാം. ഒരേ ഒരു കാര്യം നിങ്ങൾ പഠിക്കണം. എന്നാന്നറിയോ? വാതോർക്കാതിരിക്കാൻ പഠിക്കണം. ശാന്തമായിരിക്കാൻ പഠിക്കണം. അതിനൊപ്പം വിശ്വാസം സംസാരിക്കണം. ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഞാൻ ഈ ആഴ്ച പ്രസന്റ് ചെയ്യേണ്ടത്, കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞു, പരിശുദ്ധാത്മാവാരാണ്? ദൈവത്തിന്റെ ശില്പിയാണ്. ദൈവം പറയുന്ന മുഴുവൻ ഉളവാക്കുകയും ഈ ഭൂമിയിൽ യാഥാർത്ഥ്യമാക്കുകയും ചെയ്യുന്നത് പരിശുദ്ധാത്മാവാണ്. ആ ആത്മാവിനെ എനിക്ക് തന്നിരിക്കുക. ഒരിക്കൽ ഇപ്പോഴും ദൈവത്തിന്റെ കൂടെ ആയിരിക്കുകയും അതോടൊപ്പം എന്നോടൊപ്പം ആയിരിക്കുകയും ചെയ്യുകയാണ് പരിശുദ്ധാത്മാവ്. നിങ്ങൾക്ക് വല്ലതും മനസ്സിലായോ? ദൈവം കൽപ്പിക്കുന്നു, അവൻ അതിനെ സൃഷ്ടിക്കുന്നു. അതേ ആത്മാവ് ഇപ്പം എൻ്റെ കൂടെയാ. യേശു ഒരിക്കൽ പറഞ്ഞൊരു വാചകം നിങ്ങൾ ഓർമ്മിക്കുന്നു? നിങ്ങൾ ഈ മലയോട് ഹൃദയത്തിൽ സംശയിക്കാതെ ആ കടലിൽ പോയി പതിക്കാന്ന് പറഞ്ഞാൽ അങ്ങനെ സംഭവിക്കും. ഞാൻ ആദ്യമൊക്കെ വിചാരിച്ചിരുന്നത് എക്സാഗ്രേറ്റ് ചെയ്ത് പറയുക. ഞങ്ങൾ ഈ പാസ്റ്റർമാർക്ക് കുറച്ച് നീട്ടം കൂട്ടി പറയുന്നൊരു സ്വഭാവമുണ്ട്. പൊലിപ്പിച്ച് പറയുക. ചില കാര്യങ്ങൾ മനസ്സിലാവാനെന്നാണെന്നാണ് ഞങ്ങളുടെ ഒരു ഗാഹ്യം. പക്ഷെ ഞാൻ പറയാറില്ല കേട്ടോ. കാരണം ഒരിക്കൽ താക്കീത് കിട്ടിയതാണ് പറയരുതെന്നുള്ളത്. Are you listening?
ഞാൻ വിചാരിച്ചിരുന്ന കർത്താവ് വിശ്വാസത്തെ പഠിപ്പിച്ചപ്പോൾ അത് ഒന്ന് മനസ്സിലാക്കി തന്നതാണ്. അല്ല, വിശ്വാസത്തെ മനസ്സിലാക്കിയതല്ല. Thank you, Jesus. യേശു പറഞ്ഞു, ഈ മലയോട് കടലിൽ പോയി പതിക്കാൻ പറഞ്ഞ് അത് നിങ്ങളെ അനുസരിക്കും. Amen. കാരണം ഈ സകലതും അവന്റെ ശ്വാസത്താൽ ഉളവായിരിക്കുന്നേ. നീ പറഞ്ഞാൽ സ്വർഗം അത് ചെയ്യുവാൻ the creator is with you. Amen. നിന്റെ കൂടെ ഒരു കൂട്ടം സൈന്യം നിൽക്കുകയാണ്. Yes. നീ പറഞ്ഞതിനെ അതേപോലെ യാഥാർത്ഥ്യമാക്കാൻ കഴിയുന്ന ഒരുവൻ നിന്റെ കൂടെ നിൽക്കുകയാണ്. Amen. നീ ആരാ നിനക്ക് അറിയാവോ? Thank you, Jesus. അതിൻ്റെ ഇടയ്ക്ക് അയ്യോ കർത്താവേ എന്ന് പറയുന്നേ. നിന്റെ വാക്കുകൾക്കനുസരിച്ച് സ്വർഗം ചലിക്കുന്നേ. ഞാനൊരു വാചകം പറയട്ടെ. നിങ്ങൾക്ക് ചുറ്റുമുള്ള സാഹചര്യത്തെ മുഴുവൻ ഉളവാക്കേണ്ടത് നിങ്ങളാണ്. ശ്വാസം പോകുന്ന വാചകമായി പോയി. നിങ്ങൾക്ക് വേണ്ടത് മുഴുവൻ ഈ ചുറ്റിലും ഉളവാക്കേണ്ടത് നിങ്ങളാണ്, നിങ്ങളുടെ വായാണ്. നീ പറഞ്ഞാൽ അത് ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അടുത്ത ആഴ്ച ഇതായിരിക്കും ഞാൻ പഠിപ്പിക്കുന്നത്. You have to listen it. Amen. Supernatural is following you. Hallelujah. എനിക്ക് എന്നും അത്ഭുതങ്ങളിൽ നടക്കാം. Amen. Thank you, Jesus. അതുകൊണ്ട് സങ്കീർത്തനക്കാരൻ പറഞ്ഞു, നീ ഒരു അത്ഭുതമെന്നറിയോ? You are a miracle. Yes, Lord. അടുത്തിരിക്കുന്ന ഒരാളെ കൈ കൊടുത്തിട്ട് പറ, നീ തന്നെ ഒരു അത്ഭുതമാണ്. നീ തന്നെ ഒരു അത്ഭുതമാണ്. I am a miracle. നിന്റെ വാ അത്ഭുതങ്ങളുടെ വായാണ്. Amen. നീ സംസാരിക്കുന്നത് ചെയ്യും, സംസാരിക്കുന്നത് സംഭവിക്കും, നീ വിശ്വസിക്കുന്നത് സാധ്യമാകും. Father, thank you very much for the wonderful day. Thank you, Jesus. We know your presence is with us, Lord.